Hi, ma'am. So, for this podcast interview right now, we are having, I'm on ma'amനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഫസ്റ്റ്. ഞാൻ ഡോക്ടർ ദീപ്തി, സ്പെഷ്യലിസ്റ്റ് ഇൻ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. കഴിഞ്ഞ 4 years ആയിട്ട് ഏർലി ക്യാൻസർ ഡിറ്റക്ഷനും പ്രിവെൻറ്റീവ് ഓങ്കോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഓൺ കെയർ പ്രിവെൻറ്റീവ് ആൻഡ് ഹെൽത്ത് കെയർ സെൻറ്റർ കണ്ണൂരിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സ്ഥാപനം ഇപ്പോൾ കോഴിക്കോടേക്ക് വരികയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. Okay, fine. So, I've heard a lot about OnCure. So, would you like to, OnCure എന്താണ് exactly? What is നിങ്ങളുടെ വിഷൻ എന്താണ്, ഗോൾ എന്താണ് എന്നുള്ളൊരു കാര്യം? ഓൺക്യൂർ ഒരു പുതിയൊരു ഇന്നോവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പുതിയ ക്യാൻസർ സെൻറ്റേഴ്സ് വരുന്ന, ഇപ്പോൾ ക്യാൻസർ സെൻറ്റേഴ്സിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അത് നേരത്തെ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു കേസിന് അതിൻ്റെ ബെസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് സർജൻസ് ആണെങ്കിലും കീമോതെറാപ്യൂട്ടിക് ഏജൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ബെസ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്നോസിസ് ഉണ്ടാവുക ഒരു നേരത്തെ കണ്ടുപിടിച്ച ക്യാൻസർ, അല്ലെങ്കിൽ അതായത് സ്റ്റേജ് 1 ഡിറ്റക്ട് ചെയ്ത ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടി ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആനുവലി ഒരു ചെക്കപ്പ് നടത്തുന്നതിന് ഇമ്പോർട്ടൻസ്, അവയർനെസ് അവർക്ക് കൊടുക്കുക. നേരത്തെ നമ്മൾ സ്ക്രീനിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ മെഷേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുക. നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 year കൂടുമ്പോൾ 40 years കഴിഞ്ഞ ആളുകൾ ഒരു മാമോഗ്രാം ചെയ്യണം. അപ്പോൾ ആ മാമോഗ്രാം ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓൺക്യൂറിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ തുടങ്ങിയത് ക്യാൻസർ ഇല്ലാത്ത കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പം നമ്മൾ കോഴിക്കോട് ഇനി ലേറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതായത് കോഴിക്കോടിലുള്ള ആളുകൾക്ക്, അതായത് ക്യാൻസർ കണ്ടുപിടിക്കാൻ ലേറ്റ് ആയി എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം ഈ ക്യാൻസർ എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു മിഷനിൽ കൂടിയാണ് ഇപ്പം OnCure പോകുന്നത്. ഇപ്പം പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ. Prevention and early detection. So if a person feels like, okay, I should try getting a checkup, ആ ഒരു മൊമെൻറ്റ് ഉണ്ടാവണമല്ലോ, ആൻഡ് ദാറ്റ് ഈസ് വെൻ ദേ ഹാവ് ടു വിസിറ്റ് യു ഗൈസ്. സോ അപ്പം ആ ഒരു മൊമെൻറ്റ് ഉണ്ടാവുക എങ്ങനെയാണ്? ലൈക്ക് ഓക്കെ, ഒരു റാൻഡം ചെക്കപ്പ് ആയിട്ട് തന്നെയാണോ അത് യൂഷ്വലി ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ അതിൻ്റെ ബിഹൈൻഡ് ഉണ്ടാവും? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റാൻഡം ചെക്കപ്പിൻ്റെ ആവശ്യം തന്നെയുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ലക്ഷണങ്ങൾ കണ്ടോത് വരില്ല. എസ്പെഷ്യലി ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോഴായിരിക്കും ബാക്ക് പെയിനോ അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിനോ അങ്ങനെ എന്തെങ്കിലും വരുന്നത്. അപ്പോൾ പല കേസസ് നമ്മൾ കാണുന്നത് അതായത് ലേറ്റായിട്ട്, അതായത് സിംറ്റംസ് അവർ ലേറ്റായിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു 40 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യുക, അതായത് ഒരു ബ്രസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുന്നതിനെ പറയുന്നതാണ് മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ 21 years കഴിഞ്ഞ ഏതൊരു സ്ത്രീയും ഒരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുക. പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും, സെർവൈക്കൽ ക്യാൻസർ ആവാൻ പോകുന്ന എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. HPV വാക്സിനേഷൻ എന്ന് പറഞ്ഞൊരു വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതായത് സെർവൈക്കൽ ക്യാൻസർ പോലത്തെ ഏകദേശം 8 ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിനാണ് HPV വാക്സിനേഷൻ. സെർവൈക്കൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, വൾവ ക്യാൻസർ, ഏനൽ ക്യാൻസർ, പിനൈൽ ക്യാൻസർ, ഓറൽ ആൻഡ് ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സ്, ഏകദേശം ഇത്രയും ക്യാൻസറുകളെ ഈ ഒരു HPV വാക്സിനേഷൻ കാരണം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം 9 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികളും എടുക്കേണ്ട ഒരു കാര്യമാണ്. 9 to 14 yearsലാണെങ്കിൽ 2 ഡോസായിട്ടും 15 to 26 ആണെങ്കിൽ 3 ഡോസായിട്ടാണ് ഈ വാക്സിനേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു സിംറ്റം വരാൻ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് നമുക്ക് വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുറത്തെ കൺട്രീസിലൊക്കെ അവർ റെഗുലർലി പോയി ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് ഇത്ര അധികം കുറയുന്നത്. അപ്പോൾ നമ്മളുടെ ക്യാൻസറിൻ്റെ റീസൺസ് അല്ലെങ്കിൽ എറ്റിയോളജി ഏകദേശം എല്ലാ കൺട്രീസിലും സെയിം ആണ് അല്ലേ? അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്യാൻസേഴ്സ് ബാക്കി കൺട്രീസിലായിരിക്കും ഉള്ളത്. പക്ഷേ അതിൻ്റെ മരണനിരക്ക് നമ്മളുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ്. അതിന് കാരണം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. സോ അത് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഏർലി ക്യാൻസർ ചെക്കപ്പുകൾ ചെയ്യുക, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്.
സോ ഇപ്പം നമ്മുടെ ഇപ്പം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിവെൻഷൻ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആ ഒരു ഏരിയയിലെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും അതേമാതിരി തന്നെ ക്യാൻസർ നമ്മൾ ലേറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് മാമിന് തോന്നുന്നത്. യെസ് ഓഫ് കോഴ്സ്. കാരണം ഒരു കേസ് നമ്മളിപ്പോൾ സ്റ്റേജ് 1 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സൈഡ് ഓഫ് കോഴ്സ് സ്റ്റേജ് 1 ഒരു ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും സ്റ്റേജ് 3 ഓർ സ്റ്റേജ് 4 ട്രീറ്റ് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ചാർജ് എന്ന് വരുന്നത്. ട്രീറ്റ്മെൻറ്റ് ചാർജിനേക്കാൾ കൂടുതൽ ആ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ഒരു ക്യാൻസർ ചികിത്സ കഴിഞ്ഞിട്ട് അവർ പിന്നെ അവരുടെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട്. ഇപ്പോൾ സ്റ്റേജ് 1 ട്രീറ്റ് ചെയ്ത പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേജ് 4 ട്രീറ്റ് ചെയ്ത പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 കഴിഞ്ഞവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയും, ദേ ആർ ബാക്ക് ടു നോർമൽ. അത് അവർ പിന്നെ അവരുടെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറയും, അതായത് എനിക്ക് BP ഷുഗർ ഉള്ളതാണ് ഡോക്ടറെ പ്രശ്നം, അത് ലൈഫ് ലോങ് എനിക്ക് മരുന്ന് കഴിക്കണം. നേരെ മറിച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഫോളോ അപ്പിന് പോകുന്നുണ്ട്, അതൊന്നും എന്തായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അങ്ങനെ പറയുന്നവരും ഉണ്ട്. സോ ഈ ട്രീറ്റ്മെൻറ്റ് ചാർജിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യമാണെങ്കിലും പ്രോഗ്നോസിസിൻ്റെ കാര്യമാണെങ്കിലും ഒരു സ്റ്റേജ് 1 ക്യാൻസർ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഏകദേശം 60 to 70%, മേ ബി ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പ്രകാരം 90% വരെ നമുക്ക് റിക്കവറി റേറ്റ് ഉണ്ട്. നേരെ മറിച്ച് അത് 3-4 ആകുമ്പോഴത്തേക്കും ബിലോ 40% ആവും. അപ്പോൾ ഈ ഒരു മേജർ ഡിഫറൻസ് എന്താണെങ്കിലും ഈ ഒരു സ്റ്റേജസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ സോ മാം, ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ഡിസൈഡ്സ് ടു ഒരു ഓൺക്യൂറിൽ വന്നിട്ട് ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തു. സോ വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ദേ ഹാവ് ടു ഗോ ത്രൂ? അവർക്ക് ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ എന്തായിരിക്കും അവർ ഗോ ത്രൂ ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൺക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് അവിടെ വരുന്ന ആളുകൾക്ക് ഒരു പേഷ്യൻസ് ആണ് എന്നുള്ള ഒരു ഫീല് ഇല്ല. ബേസിക്കലി നോർമൽ ഇൻഡിവിജ്വൽസ് ആണ് വരുന്നത്. നമ്മൾ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന അതേപോലെ തന്നെ, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അതായത് വളരെ നോർമൽ ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പേഷ്യൻസ് നമ്മൾ പറയും കൂടെ അവർ നോർമൽ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്പെഷ്യൽ പാക്കേജസ് ആയിരിക്കും ഉണ്ടായിരിക്കാം മിക്കവാറും, അതായത് ഫീമെയിൽസിന്. കാരണം ഫീമെയിൽസിന് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്, മെയിൽസിന് ചെയ്യേണ്ട ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. ബിലോ 40 ഇയേഴ്സിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യാം, എബോവ് 40 ആയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ ഒരു ഫീമെയിൽ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യാം. ഇത് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ചോദിക്കുന്നത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും. അപ്പോൾ ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഭക്ഷണ രീതികൾ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അവരുടെ എന്തെങ്കിലും മെഡിക്കൽ ഡിസീസസ് ഇതിനൊക്കെ അനുസരിച്ചിട്ട്. നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ അവർക്ക് മുമ്പ് ബാധിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് റിസ്ക് ഫാക്ടേഴ്സ് മാറും. അപ്പോൾ ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇപ്പോൾ അവർ ചെയ്യേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 40 ഇയേഴ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ എന്താണെങ്കിലും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. അതായത് മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യും. ഇപ്പോൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലംബോ അല്ലെങ്കിൽ കളർ ചേഞ്ചസോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മാമോഗ്രാമാണ്. അപ്പോൾ ഈ മാമോഗ്രാമിൽ എന്തെങ്കിലും നമ്മൾ അധികപക്ഷം ആളുകൾക്ക് നോർമൽ ആയിരിക്കും. സപ്പോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫെർദർ പ്രൊസീജിയേഴ്സ് FNAC, ബയോപ്സി പോലത്തെ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ എബോവ് 50 ഉള്ളൊരു മെയിൽ പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാം ഇതുപോലെ തന്നെ സാധാ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു PSA ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ, ഒരു ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യാം, ലങ് ക്യാൻസറിന് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് എക്സ്റേസ് എടുക്കും. അപ്പോൾ ഇത് ഓരോ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വേരി ചെയ്യുന്നുണ്ട്. അതായത് എന്ത് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ചിട്ടാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുക. അതല്ലാണ്ട് വന്നിട്ടൊരു റാൻഡം ചെക്കപ്പ് എന്നുള്ളതല്ല. അവരുടെ റിസ്ക് അനലൈസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ റിസ്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്കിപ്പോൾ എന്തെങ്കിലും, അതായത് ഇപ്പോൾ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജെനറ്റിക് കൗൺസിലിംഗ് പോലത്തെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലക്ഷണങ്ങളെ പറ്റി അറിയാൻ അവരും അറിഞ്ഞിരിക്കണം. പലർക്കും ഇപ്പോൾ ചിലപ്പോൾ ഇൻ്റർനെറ്റ് നോളേജോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വായിച്ച് കിട്ടിയ ചിലപ്പോൾ ഒത്തൻറ്റിക് സോഴ്സ് ആയിരിക്കില്ല.
അപ്പോൾ അവർക്ക് ഇനിയൊരു സിംറ്റംസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഒരു ചെറിയൊരു ക്ലാസ് പോലെയും കൂടെ അവർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാറ്. ഓൾസോ നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, സ്മോക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി എ കോസ് ഓഫ് ക്യാൻസർ. സോ അതാണോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതുണ്ടോ ഒരു റീസൺ ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂഷ്വലി ഈ ഇപ്പം ലിറ്ററലി ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയുക എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കും ദേ എൻഡ് അപ്പ് ഹാവിങ് ദിസ്, ലൈക്ക് എല്ലാ തരത്തിലും ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് വരെ വരുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ സോൾ റീസൺ കോസ്? ഓഫ് കോഴ്സ് സ്മോക്കിംഗ് നമ്മളിപ്പോൾ ഒരു മൂവി കാണുമ്പോൾ വരെ ഫസ്റ്റ് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്മോക്കിംഗ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അത് പല തരത്തിലുള്ള സ്മോക്കാവാം. അപ്പം നമ്മളധികം ശ്രദ്ധിക്കുന്നുണ്ടാവും ആക്റ്റീവ് സ്മോക്കിംഗ് ആയിരിക്കും, പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, തേർഡ് ഹാൻഡ് സ്മോക്ക് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ലങ് ക്യാൻസർ ആണെങ്കിലും ഓറൽ ക്യാൻസർ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് നമ്മളെ ഒബേസിറ്റി, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ്. അപ്പോൾ അതൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്, എസ്പെഷ്യലി കോളൻ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് ഒന്നുമില്ലാത്തവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും നമുക്കൊരു ഫാക്ടർ, അൺനോൺ ഒരു ഫാക്ടർ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ 2 ജീൻസിൻ്റെ മ്യൂട്ടേഷൻസ് കാരണം നമുക്ക് ക്യാൻസർ വരാം. BRCA1 and BRCA2 എന്ന് പറഞ്ഞ 2 ജീനുകളാണ് ഈ ഒരു മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നത്. അതാണ് പിന്നീട് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഏകദേശം ഒരു 20% ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബാക്കി ഫാക്ടേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം മാം ഇപ്പം ഈ ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഇപ്പം മൊത്തത്തിലുള്ള ഒരു പോപ്പുലേഷന് എങ്ങനത്തെ രീതിക്കായിരിക്കും അതൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്? ലൈക്ക് ഏർലി ഡിറ്റക്ഷൻ ഇസ് സംതിങ് റിയലി ഗുഡ്, വാട്ട് ഐ മീൻ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം മാം പറഞ്ഞതിൽ വെച്ചിട്ട്. സോ വാട്ട് ഇസ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് 8 ഒരാൾക്ക് ക്യാൻസർ വരാം. അപ്പോൾ ആ ഒരു റിസ്ക് എന്തൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാലും എന്ത് ചെയ്താലും ആ ഒരു റിസ്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രൂത്താണ്. അപ്പോൾ ആ ഒരു റിസ്ക് ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ എല്ലാവരും റിസ്കിലാണുള്ളത്. അപ്പോൾ റിസ്കിലായതുകൊണ്ട് തന്നെ നമ്മളൊരു ആനുവൽ ചെക്കപ്പ് അല്ലെങ്കിൽ നമുക്ക് സിംറ്റംസ് വരാൻ കാത്തിരിക്കാതെ തന്നെ ഒന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഏറ്റവും പീസ്ഫുൾ എന്നാണ് പേഴ്സണലി ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല പേഷ്യൻസും വന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ ദേ ആർ സോ ഹാപ്പി. ആ രീതിയിൽ അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ അവർ നെക്സ്റ്റ് ടൈം ഇവർക്ക് ചെക്കപ്പ് ചെയ്യാൻ അത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല. പലരും ഇപ്പം നമ്മളിപ്പോൾ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രീ ചെക്കപ്സിനൊക്കെ വരാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്ന് വെച്ചാൽ പല അമ്മമാരൊക്കെ വന്ന് പറയും ഇതിപ്പോൾ അവിടെ പോയിട്ട് വേണം അത് ഡിറ്റക്റ്റ് ആവാൻ. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റിയിൽ ഉള്ള ആളുകളുണ്ട്. അതായത് അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചാർജ് എൻ്റെ മക്കൾ അത് എഫോർഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ പല തോട്ട്സ് എസ്പെഷ്യലി ഇതുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാരണം കൊണ്ട് മടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സ്റ്റേജ് 1 സപ്പോസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങളൊരു സ്റ്റേജ് 4 എത്തുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നിങ്ങളൊരു സ്റ്റേജ് 1 ഡിറ്റക്റ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അവയർനെസ് മാക്സിമം കൊടുക്കുക. പിന്നെ ഇതുപോലെ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളൊക്കെ അത് തന്നെയാണ് പറയുക വെച്ചാൽ മേ ബി അവർ പറയും എനിക്ക് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എനിക്ക് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവുമായിരുന്നു, അങ്ങനെ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഈ ലേറ്റ് സ്റ്റേജിൽ സിംറ്റംസ് അതായത് ഇപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. അതായത് ഇപ്പോൾ ബ്രസ്റ്റിലൊരു ലംബ് വന്നിട്ട് ചിലർ വന്ന് പറയാം ഭയങ്കര പെയിൻലെസ് ആയിരുന്നു, എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാനത് അത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഈ ലംബ് ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് അവർക്ക് അറിയുമായിരുന്നെങ്കിൽ മേ ബി ഇവിടെ കഴിയാറായി. അപ്പം ആ ഒരു ഡിഫറൻസ് എന്താണെങ്കിലും ഉണ്ട്. അപ്പം ഈ ഒരു അവയർനെസ് മാക്സിമം ആളുകളിലേക്ക് എത്തുക, പ്ലസ് ഈ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയാനുള്ളത്. കാരണം ഈ റിസ്ക് ഫാക്ടർ എന്താണെങ്കിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്.
മാം ദിസ് ഇസ് ഫൈനലി എൻ്റെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദർ മൈറ്റ് ബി മെനി പീപ്പിൾ ഹു ഒരു റാൻഡം ചെക്കപ്പ് ആയിട്ട് വന്നിട്ട് ദർ മൈറ്റ് ബി പീപ്പിൾ ഹു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിഞ്ഞവരുണ്ടാവും. സോ അവരുടെ ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ലൈക്ക് ഒരു റാൻഡം ചെക്കപ്പിന് വേണ്ടി വന്നിട്ട് വെൻ ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദേ ഹാവ് സംതിങ്. സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക, ലൈക്ക് എങ്ങനെയാണ് അത്? നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു വന്നു കഴിഞ്ഞ ഒരാളെടുത്ത് നമ്മൾ പറയല്ല മേ ബി നിങ്ങൾ ഈ ചെക്കപ്പ് ചെയ്യുന്നല്ല നമ്മൾ പറയുന്നത്. വി അനലൈസ് ദ റിസ്ക്, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും കൃത്യമായിട്ട്. അവർക്കൊരു ബോധ്യം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ CA-125 ചെയ്യുന്നത് ഞാൻ ഒവേറിയൻ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ PSA ചെയ്യുന്നത് എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്താണെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ, അവരുടെ കൺസെൻറ്റ് ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ ആ ചെക്കപ്പ് ചെയ്യുന്നുള്ളൂ. അതായത് പല രീതിയിലാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ വെച്ചിട്ട് പതുക്കെയാണ് അത് ബ്രേക്കിംഗ് ദ ന്യൂസ് എന്ന് പറയും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. അത് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഫെർദർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് ഓരോ പേഷ്യൻസിനെ ഡിപ്പെൻഡ്സ് ആണ്. അതായത് ചിലർ പറയും നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയണ്ട. ലൈക്ക് അതൊരു കൂട്ടം ആളുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര പാനിക് ആയിരിക്കും. നിങ്ങൾ അതായത് അവരെ ഒന്നും അറിയിക്കരുത്, വീട്ടുകാർ എന്തായാലും ചെയ്തോട്ടെ അങ്ങനെ പറയുന്ന, അത് ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യും. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ മാം, ഞാൻ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ് ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യാം. ഇസ് ദാറ്റ് ട്രൂ ഓർ ഇസ് ദർ സംതിങ് ടു ഇറ്റ്? ആക്ച്വലി ഇപ്പോൾ അങ്ങനത്തെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 40 ക്യാൻസേഴ്സൊക്കെ നമുക്ക് ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റ്, EC-check 360 എന്ന് പറഞ്ഞുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നമ്മൾ അനലൈസ് ചെയ്യുക സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ DNA-യിലുള്ള ചേഞ്ചസ് അതിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ടെസ്റ്റുകൾ ഇപ്പോൾ റുട്ടീൻലി ആളുകൾ ചെയ്യുന്നുണ്ട്. അതായത് അറ്റ് പ്രസൻറ്റ് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ജെനറ്റിക് ടെസ്റ്റിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ജെനറ്റിക് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യാം ഈ BRCA1 BRCA2 എന്നൊക്കെ പറഞ്ഞ ജീനുകളുടെ മ്യൂട്ടേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടോ റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകളൊക്കെ കൂടുതലായിട്ടും ഈ ജെനറ്റിക് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ക്യാൻസർ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. So yeah, thank you so much ma'am for explaining everything about OnCure today with me. So yeah, it was nice talking with you. Thank you Meenakshi.